ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കൊച്ചി കാരുണ്യ സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. പുതുതലമുറ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി ടി ബോണിഫസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി നഗരാസൂത്രണ സമിതി ചെയർമാൻ ജെ സനൽമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കൊച്ചി കാരുണ്യ സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ പുതുതലമുറ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന വിഷയത്തിൽ അധ്യാപകർക്കായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ മനസ്സിൽ നിന്നും കുട്ടികളുടെ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ അധ്യാപകർ ചിന്തിക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യമെന്നാണ്. ഞാനിതിലൊന്നും വലിയ വിവരമുള്ള ആളല്ല, പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നൊരു കാര്യം, കുട്ടി അവൻ്റെ വീട്ടിൽ നിന്നും ഒരു പുതിയ അന്തരീക്ഷത്തിലേക്കാണ് സത്യത്തിൽ വരുന്നത്. ആ അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യത്യസ്തമാണ്. അതാണ് പണ്ട് 1ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ കീറി പൊളിക്കണം. അതുകൊണ്ടാണ് അപ്പോൾ അച്ഛനും അമ്മയും ടീച്ചർമാരും എല്ലാം കൂടി കയ്യും കാലും ഒക്കെ പിടിച്ച് സർജറിക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് അകത്തേക്ക് കയറ്റുന്നത്. അധ്യാപനം ഒരു ശ്രേഷ്ഠമായ സേവനമാണെന്നും വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ജീവിത നിലവാരങ്ങൾ മനസ്സിലാക്കി ഓരോ വിദ്യാർത്ഥികളുടെയും ചിന്തകളെ ഉത്തേജിപ്പിക്കുവാൻ ഓരോ അധ്യാപകരും പരിശ്രമിക്കണമെന്നും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അധ്യാപകർ അവരുടെ ചിന്തയും അറിവുകളും സമകാലിക വിവരങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണമെന്നും മേയർ പറഞ്ഞു. കാരുണ്യ സംഘവേദി പ്രസിഡന്റ് പി ടി ബോണിഫസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അധ്യാപകരും മാതാപിതാക്കളെയൊക്കെ ദൈവതുല്യരായി കാണുന്ന ഒരു കാലമുണ്ടായി. ഇന്ന് അതും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗൂഗിൾ ദേവോ ഭവ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ അവരെ തിരിച്ചറിവുള്ളവരാക്കി, അറിവിനപ്പുറം തിരിച്ചറിവുള്ളവരാക്കി മാറ്റുവാൻ നമുക്കെങ്ങനെ സാധിക്കും? അവരുടെ പുറം കണ്ണിനൊപ്പം അകക്കണ്ണ് തെളിയിച്ചെടുക്കുവാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമിനാർ ചർച്ച ചെയ്യപ്പെടുന്നത്. കൊച്ചി നഗരാസൂത്രണ സമിതി ചെയർമാൻ ജെ സനിൽമോൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു. ഈ മൊബൈൽ ഫോണിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്നു. നിങ്ങൾ ടീച്ചർമാർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് കുട്ടികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു. വിദ്യാഭ്യാസ, പരിസ്ഥിതി, പാലിയേറ്റീവ് മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിലാണ് നടത്തിവരുന്നതെന്ന് സനൽമോൻ പറഞ്ഞു. പ്രൊഫഷണൽ ട്രെയിനർ ഡോക്ടർ എം എ അലി, ആവില കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബെന്നി വർഗീസ് എന്നിവർ പരിശീലന ക്ലാസുകൾ നയിച്ചു. ആവില കോളേജ് മുൻ അധ്യാപിക ലില്ലി ആന്റണി മോഡറേറ്ററായിരുന്നു. കൊച്ചി നഗരസഭാ കൗൺസിലർ ഷീബ ഡൂറോം, മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എൻ സുധ, ജനറൽ സെക്രട്ടറി പി ജി ലോറൻസ്, അവർ ലേഡി TTI പ്രിൻസിപ്പാൾ സിസ്റ്റർ ഫിലമിൻ മാത്യു, TP സോഫിയ, സെബാസ്റ്റ്യൻ ബെർണാഡ്, TJ ജെയിൻ, IV ആന്റണി, മേരി ലിസി, ചന്ദിനി റൊണാൾഡ്, PK സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.